ഒരു പ്രൊപ്പേൻ ടാങ്ക് അമിതമായ ചൂടിന് വിധേയമാകുമ്പോൾ അത് പൊട്ടിത്തെറിക്കുകയും ഒരു റോക്കറ്റ് പോലെ 150 അടി വരെ മുകളിലേക്ക് കുതിച്ചുയരുകയും ചെയ്യുമെന്നൊരു അഭ്യൂഹമുണ്ട്. ഈ കെട്ടുകഥ പരീക്ഷിക്കുന്നതിനായി ഗ്രാൻഡ് ഒരു നിയന്ത്രിത സ്ഫോടന സൈറ്റിലേക്ക് പോയി ഒരു ചെറിയ മരം കൊണ്ട് നിർമ്മിച്ച ഷാക്ക് ഉണ്ടാക്കി. ഷാക്കിനുള്ളിൽ അദ്ദേഹം ഒരു പ്രൊപ്പേൻ ടാങ്ക് വെച്ചു. ഒരു അപകടകരമായ തീപിടുത്തം അനുകരിക്കുന്നതിനായി അദ്ദേഹം ഷാക്കിൽ വിറക്, കരി എന്നിവ പോലുള്ള ജ്വലിക്കുന്ന വസ്തുക്കൾ നിറച്ചു. എന്നിട്ട് അതിനു മുകളിലൂടെ ഒരു പാളി പെട്രോൾ ഒഴിച്ചു. എല്ലാം തയ്യാറായ ശേഷം അവർ ഷാക്കിന് തീയിട്ടു. അത് തൽക്ഷണം ആളിക്കത്തി. ഉള്ളിലെ താപനില 300 ഡിഗ്രി ഫാരൻഹീറ്റിൽ അധികമായി ഉയർന്നു. 5 മിനിറ്റിനു ശേഷം പ്രൊപ്പേൻ ടാങ്കിന്റെ പ്രഷർ റിലീഫ് വാൽവ് പ്രവർത്തനക്ഷമമായി. എന്നാൽ ഒരു സ്ഫോടനത്തിനു പകരം അത് തീജ്വാലയുടെ ഒരു ധാരയായി പുറത്തേക്ക് വിടുക മാത്രമാണ് ചെയ്തത്. കാരണം മർദ്ദം അല്ലെങ്കിൽ പ്രഷർ വളരെയധികം കൂടുമ്പോൾ ടാങ്ക് പൊട്ടിത്തെറിക്കുന്നത് തടയാൻ റിലീഫ് വാൽവ് സ്വയമേവ വാതകം പുറത്തുവിടുന്നു. ഷാക്ക് പൂർണ്ണമായും കത്തിച്ചാരമായ ശേഷവും പ്രൊപ്പേൻ ടാങ്ക് നശിക്കാതെ പൂർണ്ണമായും നിലനിന്നു. എന്നാൽ റിലീഫ് വാൽവ് പരാജയപ്പെട്ടാലോ? ടാങ്ക് അപ്പോൾ ഒരു റോക്കറ്റായി മാറുമോ? ഇത് കണ്ടെത്താൻ ഗ്രാൻഡ് രണ്ടാമത്തെ പരീക്ഷണത്തിനായി പ്രഷർ റിലീഫ് വാൽവ് മനഃപൂർവ്വം പ്രവർത്തനരഹിതമാക്കി. ഇത്തവണ അവർ ഷാക്ക് ഒഴിവാക്കി പ്രൊപ്പേൻ ടാങ്ക് നേരിട്ട് ഒരു ബർണറിൽ വച്ചു. അപ്പോൾ എന്തു സംഭവിച്ചുവെന്നാണ് നിങ്ങൾ കരുതുന്നത്?